നമസ്കാരം കൂട്ടുകാരെ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ ഗബ്രൂട്ടന് പൊള്ളലേറ്റ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലുള്ളത്. നാളെ ഗബ്രൂട്ടൻ്റെ സർജറി വേണം. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കായിട്ടൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മുടെ വീഡിയോ കാണാൻ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം. എത്രയ്ക്ക് എമർജൻസിയാണ്. നല്ലൊരു തുകയാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലൈഫ് ലൈനിൽ ഞാനും കുഞ്ഞും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൂടെ വന്ന് നിൽക്കാനൊന്നും ആരുമില്ല. അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത് യൂട്യൂബറായിട്ടുള്ള ഡോറ ബുജി ക്യൂട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലെ ആ ചേട്ടൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ആ ഒരു ചെറിയ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണ്. അവർക്കൊരു കുഞ്ഞൊക്കെ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായിട്ട് നൽകിയ സമയത്ത് ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും അതേപോലെ ഭാര്യയുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു ഫാമിലിനെ. അപ്പം അറിയാലോ ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതേപോലെ ആ ഒരു രണ്ടുപേരുടെ അസുഖം അങ്ങനെയൊക്കെ ആയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയും പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരുടെ ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ, പിന്നെ വീടിൻ്റെ അവസ്ഥ, ഇതൊക്കെ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഡെലിവറിക്കൊക്കെ ശേഷം പിന്നെ ആ കുഞ്ഞിൻ്റെതായ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു. പിന്നീട് നോർമലായിട്ട് ഇപ്പോൾ പഴയ പോലെ ആ ചേച്ചിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാനൊക്കെ പറ്റി വരികയും അതേപോലെ കുഞ്ഞ് ഒന്ന് എണീറ്റ് നിൽക്കാറും പയ്യെ പിച്ച് വെച്ച് നടക്കാറൊക്കെ ആയി വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ആ കുഞ്ഞിന് ഇപ്പോൾ ഒരു പൊള്ളലേറ്റിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ ആ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അതിനുള്ളൊരു മാനസികാവസ്ഥയല്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവർക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സഹായമാണ്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴാണ് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് പൈസ കയ്യിലില്ലാതിരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. നമുക്കിപ്പോൾ ജോലിക്ക് പോയി അതിന് വേണ്ട പൈസ ഉണ്ടാക്കാനോ പെട്ടെന്ന് ഒരു എമൗണ്ട് കൂടുതൽ വേണമെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സഹായം ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് അവരെ സ്നേഹിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന, സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ ഞങ്ങളെ സഹായിക്കണം, ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന് പൊള്ളലേറ്റിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ്. ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടുള്ളത്. കുഞ്ഞിനെ എല്ലാവരും ഗബ്രൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ആ ഒരു കുഞ്ഞിന് നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. കുഞ്ഞ് ഉറങ്ങുന്നുമില്ല. അപ്പം അതെല്ലാം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ, ഇത് ഒരുപാട് പേരൊന്നും കാണത്തില്ല എന്നറിയാം, എന്നാൽ പോലും കാണുന്ന ആൾക്കാരിൽ ആർക്കെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക. ഒരു കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, വേറെ ഒന്നും കൊണ്ട്. ഇപ്പോൾ ചിലപ്പം ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. ഇപ്പോൾ ഒരു ചായ വീണ് പൊള്ളലേറ്റൊന്നും പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഇത്രയും പൈസയുടെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചൊരു കമൻ്റൊക്കെ കണ്ടു. അപ്പം അങ്ങനെ അത്രയും പൈസയുടെ ആവശ്യമുള്ള സൈസ് പൊള്ളൽ ആയിരിക്കും ആ കുഞ്ഞിനെ ഏറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ പോലും അവരുടെ ഹോസ്പിറ്റലിൻ്റെ ചിലവിനായിട്ട് പോലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ഇപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതൊരു ദോഷമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലതേ വരത്തുള്ളൂ. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നല്ല മനസ്സോടെയാണ് സഹായിച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന, ആ പൊള്ളലൊക്കെ ഏറ്റ് നമ്മുടെ കൈ നിസ്സാരം ഒന്ന് പൊള്ളിയാലും നമുക്ക് എത്രത്തോളം വേദന ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന ഒക്കെ ഒന്ന് ഓർത്ത് നോക്കണം. നമുക്ക് ആ ഒരു ഓപ്പറേഷൻ നാളെയാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നല്ലൊരു എമൗണ്ട് ആവും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കുറേ ദിവസമായിട്ട് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഈ ഒരു കാര്യം എന്തുകൊണ്ട് റിയാക്ഷൻ ചെയ്യാനായിട്ട് എടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന 1-2 പേരെങ്കിലും അവരെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു വിവരം അറിയാത്ത 10 പേര് ഇതൊന്നും അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും അത് അറിയട്ടെ എന്ന് ഓർത്തിട്ടാണ്. അതുകൂടാതെ അവരുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു അവസ്ഥയിൽ അവരെ കുത്തി നോവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. കാരണം ഈ ഒരു എങ്ങനെയാണ് കുഞ്ഞിന് പൊള്ളലേറ്റിയത്, പാവം കുഞ്ഞ്, ഈ ഒരു കുരുട്ട് പിടിച്ച തള്ളയായിരിക്കും പൊള്ളിച്ചത്. അവരുടെ കുക്കിംഗ് ഒക്കെ കണ്ടാലേ അറിയാം. കുരുട്ട് പിടിച്ച തള്ളാന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തേക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡിൽ ഞാൻ ആ കമൻറ്റ് വെച്ചേക്കാം. അപ്പം അത്രയും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ വന്നിട്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ
ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ പലരും കാണും. ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നവരും അവരെ ഉപദ്രവിക്കുന്നവരും അങ്ങനെയുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലല്ലോ. ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ അച്ഛനമ്മമാരാണെങ്കിൽ ആ കുഞ്ഞിന് പൊള്ളലേറ്റപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഏറെ പൊള്ളൽ അവരുടെ മനസ്സിന് അവർക്ക് അതിലും വലിയ വേദന ആ അച്ഛനമ്മമാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി പ്രത്യേകം പറയുവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മോശപ്പെട്ട കമൻറ്റ് ദൈവത്തെ ഓർത്ത് ഇടാതിരിക്കുക. നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ അവരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോസ് കാണാതിരിക്കുക. അപ്പം അവരെ സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ സഹായിക്കാതിരിക്കുക. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ കമൻറ്റെങ്കിലും ഇട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർക്ക് പൈസ ഇട്ട് അതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ തുകയാണെങ്കിൽ ഇട്ട് സഹായിക്കുക. അതേപോലെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചെല്ലാൻ പറ്റുന്നവരാണെങ്കിൽ ചെന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക. കാരണം ആ ചേച്ചിക്ക് പറ്റില്ല, ഈ ഒരു ചേട്ടനായിരിക്കും ആ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കേ ഉള്ളെന്ന് ചേട്ടൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അപ്പം വളരെ ഒരു മോശം പിടിച്ചൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പൊള്ളലേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആരും മനഃപൂർവ്വം സ്വന്തം മക്കൾക്ക് പൊള്ളലേൽപ്പിക്കത്തില്ലല്ലോ. ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നും പറഞ്ഞാൽ ആരും ഒരിക്കലും സ്വന്തം നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ആ വയ്യാത്ത അവസ്ഥയിൽ ഇത്രയും ത്യാഗം സഹിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച ആ അമ്മയോ അച്ഛനോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പം അതേപോലെ തന്നെ എനിക്ക് മക്കളുള്ള അപ്പം നമ്മൾ കഞ്ഞി വാർക്കുന്ന സമയത്താണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കുന്ന സമയത്തൊക്കെ നമ്മളെ വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. ഇപ്പോൾ ആ കുഞ്ഞ് പയ്യെ പിച്ച വെച്ച് നടക്കാറായിട്ടുണ്ട്, ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ സംഭവിച്ചിട്ടുള്ള ഒരു പൊള്ളലായിരിക്കും ഇത്. അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വം ആരും പൊള്ളിക്കുമല്ലോ. അപ്പം ഇപ്പം നമ്മുടെ മക്കൾക്കാണെങ്കിലും നാളെ ചിലപ്പം അബദ്ധവശാൽ നമ്മൾ ഒരു പൊള്ളൽ വന്നെന്നിരിക്കുക. അതിപ്പം നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീണൊരു പരിക്ക് പറ്റുന്നതോ ഒരു പൊള്ളൽ പറ്റുന്നതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടൊന്നും അല്ല. അപ്പം അത് നമുക്ക് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പം ഇങ്ങനെ സംഭവിച്ച് പോയ ആ ഒരു സമയത്ത് ഇത്ര തുക ആവശ്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ഒരവസ്ഥ വരുമ്പോൾ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഈ ഒരു വീഡിയോസ് കാണുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ, വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ കാണുന്നതിൽ ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കുക. അപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ മാക്സിമം ആൾക്കാരിലോട്ടൊന്ന് ലൈക്ക് ചെയ്യുകയോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ഒന്ന് ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള ആരുടെയും അടുത്തോട്ട് അവർ ഈ ഒരു വീഡിയോ കാണും. കാരണം അവർ ഈ വീഡിയോ ഇട്ടേക്കുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അപ്പം അവരുടെ ലോങ് വീഡിയോയിലൊന്നും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. സഹായിക്കാൻ മനസ്സുള്ളവർ അവരെ സഹായിക്കുക. സഹായിക്കാൻ പറ്റാത്ത പക്ഷം അവരെ കുത്തി നോവിച്ച് ഇതേപോലത്തെ കമൻസ് ഒന്നും ഇട്ട് വേദനിപ്പിക്കാതിരിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ ഒരു കുഞ്ഞിന് പൊള്ളലേറ്റപ്പം വേദനിക്കുന്ന ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് അവരെ ഇങ്ങനെയും കൂടെ മുറിപ്പെടുത്താതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.